Hello friends, welcome to Edmoto Films. This is Exploring Southwest കർണാടകയുടെ എപ്പിസോഡ് നമ്പർ 2 ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അതിമനോഹരമായ ഒരു റൈഡൊക്കെ കഴിഞ്ഞ് കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മടിക്കേരിയിൽ വന്ന് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ സ്റ്റേ ചെയ്തു. രാത്രി നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ കുറച്ച് മഴയൊക്കെ മാറി ഒന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു തണുപ്പും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു അടിപൊളി ക്ലൈമറ്റാണ്. രാവിലത്തെ ഭക്ഷണവും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂർഗ് മടിക്കേരി ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ റൈഡിൽ നമ്മുടെ 4ാമത്തെ റൈഡറും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്, ഹിമാലയൻ 411. അങ്ങനെ നമ്മൾ 4 റൈഡേഴ്സും കൂടി രാവിലെ തന്നെ കൂർഗ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. കൂർഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സ്ഥലത്തിന്. എപ്പോഴും മഞ്ഞും ചെറിയ മഴയും ഒക്കെ നിറഞ്ഞ് നല്ല കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റും നല്ല തിക്കായിട്ടുള്ള ലഷ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് നോക്കിയാലും ഗ്രീനാണ്. അത്രയ്ക്ക് തിക്കായിട്ടുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഉള്ളത്. നല്ല കാടിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന കാട് തന്നെയാണ്. അവിടെ കുറേ കൂട്ടം മനുഷ്യർ വന്ന് അവിടെ കൃഷിയൊക്കെ ചെയ്ത് വീടൊക്കെ വെച്ച് താമസിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു മനുഷ്യനും മരങ്ങളും മൃഗങ്ങളും ഒക്കെ ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ കൊടകർ എന്ന് പറയുന്ന ഒരു പ്രത്യേക കൾച്ചറിലുള്ള ഒരു ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കൊടക് എന്നുള്ളൊരു പേരും കൂടി ഈ ഒരു സ്ഥലത്തിനുണ്ട്. ഇവിടെ ഒരുപാട് മനോഹരമായ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നാഗർഹോളിലെ റിസർവ് ഫോറസ്റ്റൊക്കെ ഇതിൻ്റെ അകത്താണ്, ഈ കൂർഗിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്, ഒരുപാട് ഹിൽസ് ഉണ്ട്, ടീ എസ്റ്റേറ്റും കോഫി എസ്റ്റേറ്റും ഒക്കെ ഉള്ളൊരു മനോഹരമായുള്ളൊരു സ്ഥലമാണ് ഈ കൂർഗ്. തിരക്കുകളൊഴിഞ്ഞ് കാടിനോട് ചേർന്ന് കിടക്കുന്ന കോഫി എസ്റ്റേറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാം മറന്ന് വി വർ ലിവിങ് ദാറ്റ് മൊമെന്റ്. ഒരിത്തിരി മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൽ തോന്നിപ്പോയി. എങ്കിലും മൂടിക്കെട്ടിയ മേഘങ്ങളും തണുപ്പ് വീശുന്ന കാറ്റും മേഘങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സൂര്യനും എല്ലാം കൊണ്ടും ഇറ്റ് വാസ് പെർഫെക്റ്റ്. യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എങ്ങോട്ടോ പോകുന്ന ഒരു മണ്ണിട്ട വഴി എൻ്റെ മുന്നിൽ കണ്ടു. ഒന്ന് കയറിപ്പോയി നോക്കിയാലോ എന്നായി. സ്റ്റീപ്പായിട്ടുള്ള നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു. കുറച്ച് ചലഞ്ചിങ്ങും ഉണ്ട്.
പക്ഷേ ആ വഴി ചെന്നെത്തിയത് ഒരു വീട്ടുമുറ്റത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ തിരികെ ഇറങ്ങി. ചില വഴികൾ അങ്ങനെയാണ്, നമ്മളെ എവിടെയും എത്തിക്കണമെന്നില്ല. എന്നാൽ നമുക്കും ഇനിയും മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് ആ വഴികളിൽ നിന്ന് നമുക്ക് കിട്ടും. ഞങ്ങൾ പോകുന്ന വഴിയുടെ ആ ലാൻഡ്സ്കേപ്പ് ഒന്ന് ഉയരത്തിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതുപോലെ ഒരു വാട്ടർ ടാങ്ക് അവിടെ കണ്ടത്. അവിടെ അടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു നാട്ടുകാരനോട് ചോദിച്ച് ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ അതിന് മുകളിൽ കയറി. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ കാറ്റും കൊണ്ട് അവിടെ കുറച്ചു നേരം നിന്ന് ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. മനസ്സ് പറയുന്ന ഇടങ്ങളിലേക്കെല്ലാം വണ്ടി എന്നെ ഈസിയായി എത്തിക്കുന്നുണ്ടായിരുന്നു. മുമ്പ് എപ്പോഴോ സംഭവിച്ച മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ കാണാമായിരുന്നു. ആ പുഴയുടെ പാരലായി ഒഴുകുന്ന ഓഫ് റോഡിന് സമാനമായ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ തേടി വന്ന മൺസൂൺ റൈഡിൻ്റെ ഫണ്ണ് സെൻസ് ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചെളിയും വെള്ളവും ഒക്കെ തെറിപ്പിച്ചുള്ള ഒരു കാനന യാത്രയായിരുന്നു അതിമനോഹരം.
മുമ്പിലേക്ക് പോകുന്തോറും കാണുന്ന കാഴ്ചകളുടെ ഭംഗിയും കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു തൂക്കുപാലം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വണ്ടി നിർത്തി അതിനു മുകളിലേക്ക് നടന്നു കയറി. കണ്ടിട്ട് വർഷങ്ങളുടെ പഴക്കം തോന്നിക്കുന്നുണ്ട്. ഇത്തരം യാത്രകളിൽ അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടുന്ന ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളും എക്സ്പീരിയൻസുമാണ് എന്നെ എന്നും എക്സൈറ്റ് ചെയ്യിക്കുന്നത്. മുന്നോട്ട് പോകുന്തോറും ഞങ്ങളുടെ ലെവൽ ഓഫ് ഹാപ്പിനെസ്സും ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി കൂടി വരികയാണ്. മനോഹരമായ കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പോയി കാണാമെന്ന് ആരോ വിളിക്കുന്നത് പോലെ തോന്നി. ചെന്നപ്പോൾ വഴി രണ്ടായി പോകും, ലെഫ്റ്റ് ഓർ റൈറ്റ്. അപ്പോഴാണ് നമ്മുടെ കോ-റൈഡർ പറഞ്ഞത് റൈറ്റ് പോകുന്നത് കൂർഗിലെ ഫേമസ് ആയ മണ്ടൽപെട്ടി ഹിൽസ് റോഡാണ്. എന്നാൽ പിന്നെ ലെറ്റ്സ് ഗോ ടു മണ്ടൽപെട്ടി. മണ്ടൽപെട്ടി ഓഫ് റോഡിങ് ചെയ്യുന്നവർക്കൊരു പ്രിയപ്പെട്ട ലൊക്കേഷനാണ്. ബൈക്കേഴ്സിന് ഓഫ് റോഡിങ് ചെയ്തെത്താൻ പറ്റിയ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ഇൻ കർണാടക. അതാണ് മണ്ടൽപെട്ടി.
ഹമ്പുകൾ. ജീപ്പുകളൊക്കെ വരുന്നുണ്ടാവും, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ പോകണം. അതിന് അഡ്വഞ്ചറസ് ഗെയിമാണ്, അഡ്വഞ്ചറസ് പരിപാടിയാണ് നമ്മുടെ ഓഫ് റോഡിങ് എന്ന് പറഞ്ഞത്. അതും ഒരു സേഫായിട്ട് കളിക്കണം. ഞാൻ എൻ്റെ സേഫ് സീനിൽ കളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. Goda. ക്ലൈമറ്റ് മൺസൂൺ റൈഡ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് മക്കളെ മൺസൂൺ റൈഡ്. ക്ലൈമറ്റ് ഏതാ സ്ഥലം. മഴയും തുടങ്ങി. മഴ, മഞ്ഞ്, ഓഫ് റോഡ്, മണ്ടൽപ്പെട്ടി, ചുമ്മാ വേറെ ലെവല് പരിപാടി. അതാണ് മണ്ടൽപേട്ടി ഹിൽസ് എന്ന് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ ആദ്യമായിട്ട് പോവാതെ. ഇതിനോട് അടുത്ത് വല്ലതൊക്കെ ആയിരിക്കാം. വണ്ടിയൊക്കെ ഈ വഴി പോകുന്നുണ്ട്, 2 വഴികൾ വരുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ. മണ്ടൽപേട്ടി ബോർഡ് ഉണ്ട്. ആൾക്കാർ ഒക്കെ ഉണ്ട്. നമുക്ക് താഴെ വ്യൂവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് റെയിനിങ് ആൻഡ് കോടമഞ്ഞ്.
അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ആ റോഡ് ചെന്ന് അവസാനിച്ചത് മണ്ടൽപ്പെട്ടി ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലായിരുന്നു. വെഹിക്കിൾ എൻട്രി ഫീസും കൊടുത്ത് അവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് ഓഫ് റോഡിങ് ചെയ്യാമെന്നായി. മണ്ടൽപ്പെട്ടി ഓഫ് റോഡിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിമനോഹരമായ ആ കാഴ്ചകൾ കാണാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്യുക. റൈഡ് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ലോക സമസ്ത സുഖിനോ ഭവന്തു.